ഹലോ പവിത്രം സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകാന്ത് വേദിയുടെ റൂമിൽ ആരോ ഒളിച്ചിരിക്കുന്നുണ്ട് സംശയത്താൽ വേദിയുടെ റൂമിൽ അരികിലെത്താണ്. എന്നാൽ അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ വേദ ശ്രീകാന്തിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ആ സമയത്ത് ശങ്കരനാരായണൻ അവർ രണ്ടുപേരുടെയും വഴക്ക് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനെ കണ്ടതും ധൈര്യപൂർവ്വം ശ്രീകാന്തിൻ്റെ മുമ്പിൽ ഭീഷണി മുഴക്കുന്നുണ്ട് വേദ. നിങ്ങൾക്ക് എല്ലാം അകത്തിരുന്ന് സംസാരിക്കാം. ഞാൻ വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് വരാനുണ്ടായ കാരണം ഉൾപ്പെടെ എല്ലാം പറയാം. ഇത് പറഞ്ഞതും ശ്രീകാന്ത് ആകെ ഭയത്താൽ മുഖമാകെ മാറുന്നുണ്ട്. അച്ഛൻ്റെ മുമ്പിൽ വെച്ച് വേദ എല്ലാം വെട്ടിത്തുറന്ന് പറയുമോ എന്നൊരു ഭയം. അതും പറഞ്ഞുകൊണ്ട് വേദ അകത്തേക്ക് കയറി കഥ കടക്കാണ്. സംശയത്തോടെ ശങ്കരനാരായണൻ അവനെ നോക്കുന്നുണ്ട്. അവൾ വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് തിരികെ വരാനുള്ള കാരണം നീയാണോ ശ്രീകാന്തെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛ അവൾക്ക് ഓരോ ഇല്ലാ കഥകൾ പറയാണ്. അച്ഛൻ അങ്ങനെയൊന്നുമില്ല, അവൾ ആരെയോ ഒളിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. ദീപ്തിയും വർഷയും ഒക്കെ പറഞ്ഞു അവളുടെ റൂമിലേക്ക് ആരും വരാൻ അവൾ സമ്മതിക്കുന്നില്ലെന്ന്. ആര് പറഞ്ഞു? ഇന്നലെ അവളുടെ റൂമിൽ ഞാൻ കയറിയതാണല്ലോ, അവിടെ ആരെയും ഞാൻ കണ്ടില്ല. അതെ, ആരെങ്കിലൊക്കെ വന്നാൽ അവൾക്കാണോ ഒളിപ്പിക്കാൻ പ്രയാസം? ആ സമയം ശ്രീകാന്തിനോടത്ത് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? വിക്രം എവിടെയാണെന്ന കാര്യം വേദക്കറിയാം, അവളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതെങ്ങനെ നിനക്കറിയാം? അച്ഛ, അവൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവൾക്ക് എല്ലാത്തിനും തെൻ്റെടിയുണ്ട്. അങ്ങനെ വിക്രമിനൊരു ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ഒരിക്കലും ആ വീട് വിട്ടു പോരില്ലല്ലോ. അങ്ങനെ അത്രമാത്രം അതം പതിച്ചിട്ടില്ല വിക്രമിനെ എന്ന ഒരു കൊലയാളിയെ ഒളിപ്പിക്കാൻ മാത്രം അത്രയ്ക്കൊന്നും വളർന്നിട്ടില്ല വേദ എന്നും പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണ റൂമിലേക്ക് പോവാണ്. എന്നാലും ശങ്കരൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ. വേദ ഇന്നലെ ആ റൂമിലേക്ക് കയറിപ്പോയപ്പോൾ വേദയുടെ വെപ്രാളവും ആ ഒരു കട്ടിൽ ചുവട്ടിൽ കിടന്ന കഞ്ഞിപ്പാത്രെല്ലാം ആലോചിക്കുമ്പോൾ ശങ്കരനും മനസ്സിൽ എന്തോ ഒരു സംശയം നിയലിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വേദ എങ്ങനെ വിക്രമിനെ ആ വീട്ടിൽ ഒളിപ്പിക്കും? ഞങ്ങളുടെ എല്ലാവരുടെയും കൺമുമ്പിലൂടെ അവനെ എങ്ങനെ അവൾ റൂമിൽ എത്തിയിട്ടുണ്ടാവുക? അങ്ങനെ ഒരിക്കലും വരാൻ വഴിയില്ല. ഒരുപക്ഷെ വേദക്കറിയായിരിക്കും വിക്രം എവിടെയാണ് ഒളിച്ച് താമസിക്കുന്നതെന്ന കാര്യം ഓർക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ശ്രീകാന്ത് തൻ്റെ സംശയം വർഷയുടെ അച്ഛനുമായി സംസാരിക്കാണ്. അച്ഛൻ അപ്പം തന്നെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അവൾ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ അവളുടെ റൂമിലെ, അല്ലെങ്കിൽ മറ്റെവിടെയോ അവൾ അവനെ ഒളിപ്പിച്ചിട്ടുണ്ട്. അതെ, ഈ അടുത്തായിട്ട് അവൾക്ക് അങ്ങനെയൊരു മാറ്റം വന്നത്. അവളുടെ റൂമിലേക്ക് ആർക്കും ചെല്ലാൻ വയ്യ, ഏത് സമയം അവൾ റൂമിലിരിപ്പാണ്. പിന്നെ അതുമല്ല, അവൾ രണ്ടുപേർക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ടാണ് റൂമിലേക്ക് പോകുന്നത്. വർഷയാണ് ഈ സംശയം എന്നോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവളെ സൂക്ഷിക്കണം. അവളെ നിനക്കറിയാലോ, അവളെ പഠിച്ച കള്ളിയാണ്. അവൾ വിക്രമിനെ ഒളിപ്പിക്കാനും എന്തായാലും അവൾക്കറിയാം അവൻ എവിടെയാണെന്ന്. അതുകൊണ്ടാണ് അവൾക്ക് ഭയങ്കര കൂളായിട്ട് നമ്മോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്. എന്തായാലും ശ്രീകാന്തേ, നിന്റെ വീട്ടിൽ തന്നെ അവനുണ്ടെങ്കിൽ അവനൊരു പാഠം പഠിപ്പിക്കണം, വെച്ചേക്കരുത് അവനെ എന്നും പറയുന്നുണ്ട്. എന്നാൽ വിക്രമും വേദിയും വളരെ ജോളിയായിട്ട് ആ റൂമിൽ ഇങ്ങനെ കഴിയാട്ടോ. ശ്രീകാന്തിൻ്റെ മനസ്സിൽ ഒരു പദ്ധതിയുണ്ട്. പോലീസിനൊരു ഇൻഫർമേഷൻ കൊടുക്കാം. വരുണിൻ്റെ കൊലയാളി ജഡ്ജി ശങ്കരനാരായണൻ്റെ വീട്ടിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ടെന്നും അവൻ്റെ ഭാര്യ വീട്ടിൽ അവൻ ഒളിച്ച് താമസിക്കുകയാണെന്നൊക്കെ ഒരു ഇൻഫർമേഷൻ കൊടുത്താലോ? അങ്ങനെ ജയശങ്കറിൻ്റെ വാക്കുകൾ കേട്ടതും ശ്രീകാന്ത് അതിനൊരു ഉത്സാഹം തോന്നാണ്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ശ്രീകാന്ത് അല്ലെന്ന രീതിയിൽ ഒരു ഒളിഫോൺ എന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിക്രം ഒളിച്ച് താമസിക്കുന്നുണ്ട്. അതും ജഡ്ജി ശങ്കരനാരായണൻ്റെ വീട്ടിൽ തന്നെയാണ്, അവൻ്റെ ഭാര്യ വീട്ടിലാണ് അവൻ ഒളിച്ച് താമസിക്കുന്നത് എന്നൊരു അറിവ് കിട്ടിയെന്ന് പറഞ്ഞ് പോലീസുകാർ പിറ്റേ ദിവസം വീട് സെർച്ച് ചെയ്യാൻ വരികയാണ്. അങ്ങനെ ശങ്കരനാരായണൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കോളിമ്പെല്ലാം അമർത്തുമ്പോൾ ശങ്കരനാരായണൻ ഇറങ്ങി ചെല്ലാണ്. പോലീസുകാരെ കാണുമ്പോൾ ചോദിക്കണേ, എന്ത് വേണം? അതെ സാറേ, ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വിക്രം എന്ന കൊലയാളിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ഇൻഫർമേഷൻ കിട്ടി. അത് പരിശോധിക്കാനാണ് ഞങ്ങൾ വന്നത്. എൻ്റെ വീട്ടിലോ? അതെ സാർ, ബുദ്ധിമുട്ടിക്കണതിന് ക്ഷമിക്കണം, പക്ഷേ ഞങ്ങൾക്ക് സെർച്ച് ചെയ്തേ മതിയാവും. ആയിക്കോട്ടെ. അങ്ങനെ ശങ്കരനാരായണൻ ഒഴിഞ്ഞു കൊടുക്കാണ്. ആ സമയത്താണെങ്കിലോ പുറത്ത് പോലീസ് വാഹനം കണ്ടതും വിക്രമിനെ എങ്ങനെ ഒളിപ്പിക്കണമെന്നറിയാതെ അവളാകെ വെപ്രാളപ്പെടുക. വിക്രം വാ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിക്രമിനെ ബാത്റൂമിനുള്ളിൽ കയറ്റുന്നുണ്ട്. അതിനുശേഷം അവിടെ കുറച്ച് മരുന്നിങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. ബാത്റൂമെല്ലാം കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലിൻ്റെ വെള്ളം അവിടെ ഒഴിക്കുകയും ചെയ്യാണ്. അങ്ങനെ വിക്രമിനെ ആ ഡോറിന് പുറകിലായിട്ട് വെക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് എല്ലാ റൂമിലും കയറി ഇറങ്ങാണ്. ഒടുവിൽ വേദിയുടെ റൂം പരിശോധിക്കാനും പോലീസുകാർ വരുന്നുണ്ട്. അങ്ങനെ അവിടേക്ക്
റൂമിലേക്ക് നോക്കുന്നുണ്ട്. ശ്രീകാന്ത് പറയും, ആ റൂമിൽ മറ്റൊരു റൂമും കൂടി ഉണ്ട്, ഒരു സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കുന്നത്, അവിടെ ഉണ്ടോ നോക്കണം. അങ്ങനെ പോലീസുകാർ അവിടെ എല്ലാം നോക്കാണ്. ഒടുവിൽ ബാത്റൂം തുറന്ന് നോക്കുന്ന സമയത്ത് വല്ലാതെ രൂക്ഷമായിട്ടുള്ള ഗന്ധം കാണാം. സാർ, അകത്തേക്ക് കയറേണ്ട, അവിടെ താഴെ ഞാൻ മരുന്ന് ഒഴിച്ചു വെച്ചിട്ടുണ്ട്, വഴിക്കാൻ സാധ്യതയുണ്ടെന്ന് വേദ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നോക്കാൻ തന്നിട്ട് പോലീസുകാർ പുറത്തു നിന്ന് നോക്കുമ്പോൾ അകത്ത് ആരെയും തന്നെ കാണുന്നില്ല. എന്നാൽ വാതിലിനുള്ളിലായിട്ട് വിക്രം നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഇവിടെ ഒന്നും ആരുമില്ല എന്ന് പറഞ്ഞ് ഡോർ അടച്ച് പോവാൻ നേരത്ത് വേദയുടെ കൈ ഡോറിൽ കുടുങ്ങി വേദനിക്കുന്നുണ്ട്. വേദ വേദ ഇങ്ങനെ കരഞ്ഞോണ്ട് വേദനയോട് കരയുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാർ തിരിഞ്ഞു നോക്കുക. അയ്യോ സാർ, വാതിൽ എൻ്റെ കൈ കുടുങ്ങി, അതുകൊണ്ടാണ് കരഞ്ഞതെന്ന് പറയണം. അങ്ങനെ തൽക്കാലം വിക്രമും വേദയും രക്ഷപ്പെടാട്ടോ. പോലീസ് ആ വീട്ടിലേക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. അന്നേരത്ത് ശങ്കരനാരായണൻ വേദയുടെ അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വേദയോട് പറയും, എന്താ മോളെ ഇങ്ങനെ ഒരു സെർച്ചിൻ്റെ കാര്യം? വിക്രമിനെ നീ ഒളിപ്പിച്ചെന്ന് ആര് ഇൻഫർമേഷൻ കൊടുത്തെന്നാ? അതെനിക്ക് അറിയില്ല അച്ഛാ. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് സംശയം തീർന്നല്ലോ. ഇനിയെങ്കിലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കാതെ, അല്ലെങ്കിൽ മനസ്സ് മടുത്ത് ഞാൻ നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. നീ അത്തരമൊരു വിഡ്ഢിത്തം കാണിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അത്രയും ധൈര്യമായിട്ട് ഞാനവിടെ നിന്നത്. അങ്ങനെ അച്ഛൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് വല്ലാതെ കുറ്റബോധം തോന്നുന്നുണ്ട്. എന്നാലും തൻ്റെ വിക്രമിനാണല്ലോ താനിങ്ങനെ റിസ്ക് എടുത്തെന്ന് ഓർക്കുമ്പോൾ അവൾക്കും വല്ലാതെ സന്തോഷം തോന്നാണ് കേട്ടോ. അങ്ങനെ അവരൊക്കെ പോയി കാണുമ്പോൾ വിക്രം ഇല്ല, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാണ്. ഇവിടെ നിൽക്കുന്ന പകരം മറ്റ് പോലീസിന് പിടി കൊടുക്കുന്നത് നല്ലത്, ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ വയ്യ എന്നവൻ പറയുന്നുണ്ട്. വിക്രം 2 ദിവസങ്ങളിൽ ക്ഷമിക്ക്, ഇനി ഇവിടെ ആരും സെർച്ച് ചെയ്യാൻ വരില്ല. പോലീസ് വന്നപ്പോൾ കണ്ടില്ലല്ലോ, എൻ്റെ പാതി ജീവൻ അങ്ങ് പോയി. ഇവിടെ നിന്നെങ്ങാനും എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ അവസ്ഥയാണ് ഞാൻ അപ്പോൾ ആലോചിച്ചത്. ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വേദ വിക്രമിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയം അവിടെ വിക്രമിൻ്റെ അമ്മ കമലാമ്മയ്ക്ക് വല്ലാതെ അസുഖം കൂടുകയാണ് കേട്ടോ. നെഞ്ചുവേദനയും തളർച്ചയും. അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വിവരം വേദ അറിയുന്നുണ്ട്. ഇങ്ങനെ വിക്രമിൻ്റെ അമ്മക്ക് തീരെ സുഖമില്ലെന്നും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെന്ന കാര്യം ശ്രീചേച്ചി വിളിച്ച് പറയുമ്പോൾ വേദ ഇത് അറിയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാത്രി അവർ രണ്ടുപേരും കൂടെ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. വേദയും വിക്രമും കൂടെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. വിക്രം എങ്ങനെയൊക്കെയോ താഴെ എത്തുന്നുണ്ട്. കാറും എടുത്ത് വേദയും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് കമലാമ്മ വിക്രമിനെ കാണാണ്. മകനെ അമ്മ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. മോനെ, നീ ഇതെവിടെയാ? നിന്നെ അന്വേഷിച്ച് പോലീസും ഗുണ്ടകളും വീട്ടിൽ ഒന്ന് കയറി ഇറങ്ങാണ്. എനിക്കറിയാം അമ്മേ, ഞാൻ വേദിയുടെ കൂടെയുണ്ട്. അവളുടെ വീട്ടിലാണ് ഞാൻ. ആർക്കും അതറിയില്ല. അതിപ്പോൾ വേദി പിടിച്ചിങ്ങനെ പൊട്ടിക്കരയാണ് കമലാമ്മ. തൻ്റെ മകന് രക്ഷയായെന്നെ വേദയ എന്നെ രക്ഷിച്ചത്. വാസവൻ എന്നെ വെടിവെച്ച് ഇതൊക്കെ എൻ്റെ കാലിന് മുറിവേറ്റ് വേദയും ജോസഫും കൂടെ എന്നെ രക്ഷിച്ചെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാഷ് അവനോട് ധൈര്യം പകരുന്നുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കണം എന്ന്, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന കാര്യം പോലീസിന് ബോധ്യപ്പെടും. വേദമോളൊക്കെ നിന്റെ കൂടെയുണ്ടല്ലോ, അതുകൊണ്ട് സത്യം പുറത്തേക്ക് കൊണ്ടുവരണം. അതുവരെ നീ എങ്ങനെയെങ്കിലും ഒളിഞ്ഞു നിന്നേ മതിയാവൂ. വീട്ടിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അമ്മേ, വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷൻ ആവേണ്ട. എനിക്കൊരാപത്തും വരില്ല. ഞാൻ വേദയുടെ കൂടെയുണ്ട്. എല്ലാ കാര്യങ്ങളും വേദ നോക്കിക്കോളും. അങ്ങനെ അവർ വീണ്ടും തിരികെ പോവാട്ടോ. എന്ന് വിക്രം വാശി പിടിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല വേദ, എനിക്ക് തിരികെ പോകണം. അത് പറ്റില്ല വിക്രം. എന്തൊക്കെയായാലും ഇത്രയും ദിവസമായില്ലേ, 2 ദിവസം കൂടെ കഴിഞ്ഞാൽ മുറിവ് നല്ല ഉണങ്ങും. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവാം. അങ്ങനെ വീണ്ടും രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോഴാണ് ദീപ്തി പുറത്തുനിന്ന് വിക്രമിൻ്റെ സൗണ്ട് കേൾക്കാണ്. ദീപ്തി ഇങ്ങനെ ചെവി ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഡോറിൽ തട്ടാണ്. വിക്രം അന്നേരത്ത് ബാത്റൂമിൽ ഒളിക്കുന്നുണ്ട്. അങ്ങനെ ദീപ്തി റൂമിൽ കയറി ആ ബെഡിലിരിക്കുക. എന്താ ദീപ്തി പതിവില്ലാതെ എൻ്റെ റൂമിലെ, എന്താ ചേച്ചിയുടെ റൂമിലേക്ക് ഞാൻ വരാൻ പാടില്ല, എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പോഴും നീ വിശ്വസിക്കുന്നത് വിക്രം വരുണിനെ കൊന്നെന്നാണോ ദീപ്തി? അല്ലാതെ പിന്നെ എല്ലാവരും തെളിവുകളെല്ലാം വിക്രം ചേട്ടനെതിരെയാണ്. ചേച്ചിക്ക് വിക്രം ചേട്ടൻ വലുതായിരിക്കാം, ജീവനായിരിക്കാം, പക്ഷേ അതുപോലെയല്ലല്ലോ എൻ്റെ വരുണിനെ കൊല്ലത്. ആ സമയത്ത് ബാത്റൂമിൽ നിന്ന് വിക്രം ഇറങ്ങി വരുന്നുണ്ട്. ദീപ്തി വിക്രമിനെ കണ്ടതും ആകെ നെട്ടി നിൽക്കുന്നുണ്ട്. ദീപ്തി, വിക്രമിനെ ഇങ്ങനെ ഞാൻ ഒളിച്ച് താമസിപ്പിക്കണമെങ്കിൽ ഒരിക്കലും വിക്രം ആ തെറ്റ് ചെയ്തിട്ടില്ല. സത്യം ആരാണെങ്കിലും അത് പുറത്തു കൊണ്ടുവരണം. നീ വിക്രമിനെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ കൊലയാളി മറഞ്ഞു നിൽക്കായിരിക്കും. നിനക്ക് നിന്റെ വരുണിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ നിനക്ക് ആഗ്രഹമില്ലേ? വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മോളെ. വരുണും നീയും ഒന്നാവുന്നത് ആഗ്രഹിച്ചതാ ഞാനും വേദയും. പക്ഷേ നീ ഒരിക്കലും ഞാൻ അവനെ കൊന്നെന്ന് മാത്രം പറയത്. എനിക്കവനെ കൊല്ലാൻ കഴിയില്ല. അവൻ എൻ്റെ അനിയനായിരുന്നു എന്ന് വേദ വിക്രമും ദീപ്തിയോട് പറയുന്നുണ്ട്. എന്നാൽ ദീപ്തിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല.
പോകുന്നില്ല. ദീപ്തിയുടെ മുമ്പിലേക്ക് വന്ന് വേദ പറയുന്നുണ്ട്, നിനക്ക് മനസാക്ഷിയില്ലെങ്കിൽ, നിന്റെ വരുണിൻ്റെ കൊലയാളിയെ കണ്ടെത്താൻ താല്പര്യമില്ലെങ്കിൽ നീ വിക്രം ഇവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം നീ എല്ലാവരടുത്തും പറഞ്ഞോ. എന്നാൽ വരുണിൻ്റെ കൊലയാളിയെ നിനക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നീ ഈ സത്യം നീ മറച്ചു വെക്കണം എന്ന് പറയാണ്. എന്നാൽ ദീപ്തിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി താഴേക്ക് പോകുന്നുണ്ട്. എന്നാലും ദീപ്തി ഈ കാര്യം ആരോടെങ്കിലും പറയും. വേദ, ഞാൻ ഇവിടുന്ന് പോകുന്നതാ നല്ലത്, അതായിരിക്കും നല്ലതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ദീപ്തി ആരോടും പറയുന്നില്ല. ദീപ്തി നേരെ പോകുന്നത് വാസവൻ്റെ അടുത്തേക്കാണ്. വാസവനോട് അവൾ സംസാരിക്കുന്നുണ്ട്. വരുണിൻ്റെ യഥാർത്ഥ കൊലയാളിയെ എനിക്ക് കണ്ടെത്തണം. എനിക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. നിങ്ങൾ വിക്രമിച്ചേട്ടൻ ചിലപ്പോൾ കൊന്നിരിക്കാം, കൊല്ലാതിരിക്കാം. പക്ഷെ അത് സംശയം മാത്രമല്ലേ, തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അതുകൊണ്ട് യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തണമെന്ന് വാസവനോട് പറയാണ്. ആ സമയം ദീപ്തിയോട് ചോദിക്കും, നിന്റെ ചേച്ചിയുടെ ഭർത്താവിനെ രക്ഷിക്കാനാണോ നിന്റെ പുറപ്പാട്? എൻ്റെ മകൻ മരിച്ചാൽ അതിൻ്റെ വേദന എനിക്ക് മാത്രമാണ്. അല്ല, ഒരിക്കലുമല്ല. വരുണിൻ്റെ ഏറ്റവും വേദനിക്കുന്നത് ഞാനാണ്. വരുണിൻ്റെ മരണം ഞങ്ങൾ ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടതാണ്. ആ വരുണ ഇല്ലാതായത്, ആ കൊലയാളിയെ കണ്ടെത്തണം. എനിക്കറിയാം വിക്രം ചേട്ടനാണ് കൊന്നതെന്ന് വാസവൻ സാറിന് ഉറപ്പുണ്ടെങ്കിൽ വിക്രം ചേട്ടൻ എവിടെയാണെന്ന കാര്യം എനിക്കറിയാം. എനിക്കത് മനസ്സിലായത്. ആ സമയം വാസവൻ ചോദിക്കുന്നുണ്ട്, എവിടെ വിക്രം ഒളിച്ചിരിക്കുന്നത്? എൻ്റെ ചേച്ചി തന്നെയാ വിക്രമിനെ ഒളിപ്പിച്ചത്. അങ്ങനെ അവിടെയുള്ള കാര്യം ദീപ്തി വാസവനോട് പറയാണ്. എന്നാൽ ആ സമയത്ത് തന്നെ വിക്രം അവിടുന്ന് പോവാൻ കരുതാണ് കേട്ടോ. വേദ താഴേക്ക് പോകുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് പോയേ മതിയാവൂ. വിക്രമാണെങ്കിലോ പതിയെ ആ സ്റ്റോർ റൂം വഴി മുകളിലേക്ക് പോയി താഴോട്ട് ഇറങ്ങി വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട്. റൂമിലേക്ക് വന്ന വേദ വിക്രമിനെ കാണാതെ അവിടെ എങ്ങാനും നോക്കുന്നുണ്ടെങ്കിലും വിക്രം തന്നോട് പറയാതെ രക്ഷപ്പെട്ടു പോയെന്ന കാര്യം അവൾക്ക് മനസ്സിലാവാണ്. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെ വിക്രമിനെ വാസവൻ്റെ ഗുണ്ടകൾ വയൽ വെച്ച് പിടികൂടുന്നുണ്ട്. ഒരു വെള്ള ടാങ്കിൽ പിടിച്ച് മുക്കിക്കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ വേദക്കാണെങ്കിലോ വിക്രം എവിടേക്ക് പോയെന്നറിയാതെ വല്ലാതെ ടെൻഷനിലാണ്. ഇഷിതയെ വിളിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവിടേക്ക് വിക്രം വരുമായിരിക്കുമെന്ന് അവൾ പറയുമ്പോൾ ഇഷിത പോലും നെട്ടിപ്പോവാട്ടോ. എവിടെ വിക്രം പിന്നെ എങ്ങോട്ട് പോയി അറിയില്ല. ഞാൻ താഴേക്ക് പോകുന്ന സമയത്ത് പുറകിലെ സ്റ്റോർ റൂം വഴിയാണ് വിക്രം രക്ഷപ്പെട്ടു പോയത്. ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഓർത്ത് വേദ ടെൻഷനോടെ നിൽക്കായിരിക്കും. വിക്രമിൻ്റെയും വേദയുടെയും അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇത്. എന്നാൽ ആ സമയത്ത് ശങ്കരനാരായണൻ എല്ലാം കാണുന്നുണ്ടാവും. വിക്രം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ രംഗം വേദയുടെ റൂമിലേക്ക് വന്ന് ശങ്കരനാരായണൻ ഡോറിൽ തട്ടുന്നുണ്ട്. അങ്ങനെ വേദയോട് പറയുന്നുണ്ട്, നീ ഇതുവരെ വിക്രമിനെ ഇവിടെ ഒളിപ്പിച്ച കാര്യം എനിക്കറിയാം. വിക്രം ഇന്നലെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയല്ലേ? അവനെ എത്ര തടഞ്ഞു വെച്ചാലും അവൻ നിൽക്കില്ല മോളെ. അച്ഛന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ വേദ നെട്ടിലൂടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാണ്. അവനെ പോവാൻ സഹായിച്ചത് ഞാനാണ്. അവനിവിടെ ഉള്ള കാര്യം എനിക്ക് മുമ്പേ അറിയാമായിരുന്നു. ഒരു രാത്രി നീ അവനുമായിട്ട് വീട്ടിലേക്ക് കയറി വരുന്നതും രക്തം പുരണ്ട അവൻ്റെ കാൽപ്പാടുകളെല്ലാം ഞാനെല്ലാം കാണുന്നുണ്ടായിരുന്നു. പക്ഷേ നിന്നെ വേദനിപ്പിക്കേണ്ടെന്നും സത്യം നിന്റെ ഭാഗത്തുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് തൽക്കാലത്തേക്ക് ഞാൻ മിണ്ടാതിരുന്നത്. പോലീസുകാർ വന്നപ്പോൾ ഒന്ന് ഞാൻ പേടിച്ചു. ഈ വീട്ടിൽ നിന്ന് എങ്ങാനും വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൊലയാളിയെ ഒളിപ്പിച്ചെന്ന പേരുദോഷം ഉണ്ടായിരുന്നു. ദൈവം കാത്തും അവനെ ഈ വീട്ടിൽ നിന്ന് അവർ കണ്ടെത്താനായില്ല. പക്ഷേ അവൻ എൻ്റെ അടുത്തുണ്ട്. ഞാനാണ് അവനെ രക്ഷപ്പെടാൻ സഹായിച്ചത്. ഒരിക്കലും അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻക്കൊന്നും സംഭവിക്കില്ല. നീ വെറുതെ ടെൻഷൻ ആവേണ്ട. യഥാർത്ഥ കൊലയാളി വരുണിൻ്റെ കേസ് നീ അങ്ങ് ഏറ്റെടുക്കുക. യഥാർത്ഥ കൊലയാളിയെ നിന്റെ ഭർത്താവിന് വേണ്ടി നീ പുറത്ത് ലോകത്തേക്ക് കൊണ്ടുവരാൻ തന്നെ തീരുമാനിക്കുക. അങ്ങനെ ശങ്കരൻ വേദയോട് പറയാണ്. വേദ തൻ്റെ അച്ഛൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്നുണ്ട്. അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് വിക്രമിനെ ആ വീട് വിട്ട് വരാൻ ഒട്ടും മനസ്സില്ലായിരുന്നു. എല്ലാം വരാൻ കാരണം ശ്രീയേട്ടനാണ്. ശ്രീകാന്തോ? അതെ അച്ഛാ. അങ്ങനെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ശ്രീകാന്തിനെ കുറിച്ചൊക്കെ വേദ ശങ്കരനാരായണനോട് തുറന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് ശങ്കരനാരായണൻ എന്ത് തീരുമാനമെടുക്കുമെന്നറിയാതെ മൗനം പാലിച്ചു നിൽക്കേണ്ട ഒരവസ്ഥ വരികയാണ് കേട്ടോ.